ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ത്രെഡ് നീഡിൽ. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഇന്ന് മുതൽ ആരി വർക്ക് ഒന്ന് പഠിച്ചാലോ ചെയ്യാനായിട്ട്. കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് ആരി വർക്ക് പഠിക്കണമെന്ന്. ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ മടി എന്നെ അനുവദിച്ചില്ല. ഒരു തവണ ഞാൻ തുടങ്ങി വെച്ചതാണ് ഒരു 5-6 മാസം മുന്നേ. തുടങ്ങി ഒന്ന് ചെയിൻ സ്റ്റിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, നോട്ട് വരെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നിർത്തി. ഇപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്ത് വീണ്ടും തുടങ്ങിയാലോ ആലോചിക്കുകയാണ്. അപ്പം ഇതുപോലെ പഠിക്കാൻ മടിയുള്ള അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. ആദ്യം ഞാൻ കണ്ടല്ലോ, വീഡിയോ തുടങ്ങിയത് തന്നെ പാളിയിട്ടാണ്. 2 ലൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയപ്പോഴാണ് വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഞാൻ വീഡിയോ റെക്കോർഡായിട്ട് വീണ്ടും ഒന്നേന്ന് ഞാൻ വരയ്ക്കുകയാണ് ചെയ്തത്. ആദ്യം 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് ലൈൻ വരച്ചിട്ട്, സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിനകത്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തരാനൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെയാണ് പഠിച്ചേക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട് ആരി വർക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പഠിക്കുക. ഇത് നമുക്ക് ഒരു സപ്പോർട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഇന്ന് ഒന്നെന്നുള്ള രീതിയിൽ ഡേ 1 ആയിട്ട് നമുക്കിന്ന് തുടങ്ങുവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോർമൽ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. എത്ര പതുക്കെയാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്ഥലത്ത് തന്നെ ഒരു 1, 2, 3, 4 തവണയൊക്കെ കൂത്തിയിട്ട് നൂല് മേലോട്ട് കയറി വരും, അത് ഊരിപ്പോവും, മേലോട്ട് കയറി വരും, അത് ഊരിപ്പോവും. ഒരു സമയത്ത് അങ്ങ് ദേഷ്യം വന്നു. അത്രയ്ക്ക് ശരിയാവാതെ വരെ എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ 4-5 ലൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്കും പറ്റും. എനിക്ക് അത്രയും മടിയുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് മുതൽ തുടങ്ങാം. അപ്പോൾ ഡേ 1 ആയിട്ട് ഇന്ന് കൂട്ടിക്കോ. അപ്പോൾ വീണ്ടും ആദ്യം 1 സെൻറ്റിമീറ്റർ അകലം വെച്ചിട്ടായിരുന്നു ചെയ്തത്. പിന്നെ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്നേന്ന് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഇത് നമ്മൾ സാധാരണ അരി വർക്ക് ചെയ്യുമ്പോൾ ഇതിലും കുറഞ്ഞ് അടുപ്പിച്ചായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. താല്പര്യമുള്ളവർ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.